ഇന്ന് നമുക്ക് സമൂസയുടെ ചായ മാറ്റിയാലോ? എന്നും ഒരേ രീതിയിൽ കണ്ടുമടുത്തെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂട്ടോ. വെളിച്ചെണ്ണയിലേക്ക് സവോളയും പച്ചമുളകും മസാലപ്പൊടികളും ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും മല്ലിയിലും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്താൽ ഫില്ലിങ് റെഡിയായി. ഇനി സമൂസ ഷീറ്റ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു സമൂസ ഷീറ്റ് 3 പീസായിട്ട് ചതുരത്തിൽ കട്ട് ചെയ്ത് ഫില്ലിങ്ങും ഈ കട്ട് ചെയ്ത പീസും കൂടെ വെച്ച് കൊടുത്തിട്ട് 2 സൈഡിൽ നിന്നും മടക്കി കൊടുത്തിട്ട് ഈ വശത്തും കൂടെ മൈദപ്പശയാക്കി ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നല്ല ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. സമൂസ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. കാണാനൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇതിനൊരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് പറഞ്ഞാൽ മതി. ഇതിൻ്റെ കൂടെ 5 വരുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സും കൂടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് റൗണ്ട് ഷേപ്പിലും സ്ക്വയർ ഷേപ്പിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല യൂസ്ഫുൾ ആണ്, മൾട്ടി പർപ്പസ് ആണ് കേട്ടോ. നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനും അതല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് ഒക്കെ ഇട്ട് സൂക്ഷിക്കാനും അതല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടാഗ് ചെയ്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. താങ്ക്